രാധേ ശ്യാം. രാധാകൃഷ്ണന്മാരുടെ പ്രണയത്തെക്കുറിച്ച് പറയാം. ഈ കലിയുഗത്തിൽ പ്രണയങ്ങൾക്ക് യാതൊരുവിധ അർത്ഥവും ഇല്ല. അവിടെയാണ് രാധാകൃഷ്ണന്മാരുടെ പ്രണയത്തിൻ്റെ പ്രസക്തി. ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു കഥ പറയാം. ഒരു ദിവസം രുക്മിണി ദേവി ശ്രീകൃഷ്ണ ഭഗവാന് ചൂടായി പൂരികൾ കൊണ്ടുവന്ന് കൊടുത്തു. കൃഷ്ണൻ അത് കഴിച്ചു. കഴിച്ച ഉടനെ വായ് പൊള്ളി രാധ എന്ന് വിളിച്ചു. അത് കേട്ട രുക്മിണി ദേവി ശ്രീകൃഷ്ണനോട് ചോദിച്ചു, നാഥ, എപ്പോഴും എന്നെ അലട്ടുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളുടെ അർത്ഥാംഗിനിയാണ്. എന്നെ കൂടാതെ നിങ്ങൾക്ക് 8 ഭാര്യമാർ കൂടെയുണ്ട്. പക്ഷേ എപ്പോഴും രാധ എന്ന പേരാണ് നിങ്ങൾ ഓർക്കുന്നത്. ഈ രാധ ആരാണ്? അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത്, നീ ആദ്യം പോയി രാധയെ കണ്ടുവരൂ. രുക്മിണി രാധയെ തിരഞ്ഞു പോകുന്നു. രാധ താമസിക്കുന്ന ഭവനത്തിലെത്തുമ്പോൾ അവിടെ പൂക്കൾ പറിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. നീ തന്നെയാണോ രാധ എന്ന് ചോദിച്ചു. ഞാൻ രാധയല്ല, ഞാൻ അവളുടെ ദാസിയാണ് എന്ന് അവൾ മറുപടി പറഞ്ഞു. രാധാദേവി അകത്ത് വിശ്രമിക്കുന്നു. രുക്മിണി മനസ്സിൽ വിചാരിച്ചു, പരിചാരിക ഇത്രയും സുന്ദരിയാണെങ്കിൽ രാധ എത്ര സുന്ദരിയായിരിക്കും. അവൾ അകത്ത് ചെന്ന് രാധാദേവിയെ കണ്ടു അത്ഭുതപ്പെട്ടു. അവളുടെ മുഖമെല്ലാം പൊള്ളിയ പാടുകൾ കണ്ട് രുക്മിണി ദേവി ചോദിച്ചു, നീ തന്നെയാണോ രാധ? നിന്റെ മുഖത്ത് എന്താണ് ഈ പൊള്ളിയ പാടുകൾ? രാധാദേവി മറുപടി പറഞ്ഞു, ആരോ ശ്രീകൃഷ്ണ ഭഗവാന് വളരെ ചൂടുള്ള ഭക്ഷണം കൊടുത്തു. ആ ചൂട് കൊണ്ടാണ് എനിക്ക് ഈ പൊള്ളലുകൾ വന്നത് എന്ന്. ശ്രീകൃഷ്ണനും ഞാനും വേറെയല്ല. ഒരു പ്രാണനുള്ള 2 ശരീരങ്ങളാണ് ഞങ്ങൾ. അത് കേട്ട് രുക്മിണിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കൃഷ്ണൻ രാധയെ ഓർക്കുന്നതെന്ന്. രാധേ ശ്യാം. സ്വന്തമാക്കലല്ല പ്രണയം, അതൊരു സമർപ്പണമാണ്. നമ്മുടെ ബന്ധങ്ങളിൽ ഇന്ന് വാഗ്ദാനങ്ങൾക്കും ഉറപ്പുകൾക്കും വലിയ സ്ഥാനമുണ്ട്. എന്നാൽ വൃന്ദാവനത്തിലെ രാധയും കൃഷ്ണനും നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. വാഗ്ദാനങ്ങളില്ലാത്ത യാത്ര. കൃഷ്ണൻ മധുരയിലേക്ക് പോകുന്നത് തിരിച്ചു വരുമെന്ന ഒരൊറ്റ വാക്കുപോലും നൽകാതെയാണ്. തന്നെയും കൂടെ കൂട്ടണമെന്ന് രാധ ആവശ്യപ്പെട്ടതുമില്ല. അവിടെയാണ് ആ ബന്ധം പവിത്രമാകുന്നത്. സത്യമായ സ്നേഹത്തിന് വാഗ്ദാനങ്ങളുടെ ആശ്വാസം ആവശ്യമില്ല. ദൂരമളക്കാത്ത സ്നേഹം. വർഷങ്ങളോളം അവർ തമ്മിൽ കണ്ടില്ല. പക്ഷേ വൃന്ദാവനത്തിലെ ഓരോ ശ്വാസത്തിലും കൃഷ്ണനുണ്ടായിരുന്നു. അരികിലുണ്ടാവുക എന്നതിനേക്കാൾ ഒരാളെ ഉള്ളിൽ കൊണ്ടു നടക്കുക എന്നതാണ് യഥാർത്ഥ പ്രണയമെന്ന് രാധ തെളിയിച്ചു. വിരഹമെന്ന സത്യം കഥകളിലല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമായി രാധയും കൃഷ്ണനും നിലനിൽക്കുന്നത് അവരുടെ പ്രണയം നിസ്വാർത്ഥമായതുകൊണ്ടാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാനും ദൂരത്തിലിരുന്നും ഒരാളെ ചേർത്ത് പിടിക്കാനും കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. അനശ്വരമായി കൃഷ്ണൻ്റെ പേരിനൊപ്പം എന്നും നിലനിൽക്കുന്ന ഒരേ ഒരു നാമം രാധ എന്നാണ്. കാരണം അവൾ പ്രണയിക്കുകയായിരുന്നില്ല, അവൾ പ്രണയമായി മാറുകയായിരുന്നു. ജീവിതത്തിലും നമുക്ക് വേണ്ടത് ഇത്തരം ചില തെളിമയുള്ള ബന്ധങ്ങളാണ്. ദൂരത്തിനപ്പുറം നമ്മെ മനസ്സിലാക്കുന്ന, വാക്കുകളില്ലാതെ നമ്മെ വായിക്കുന്ന ചില ഹൃദയങ്ങൾ.